നടൻ സലീംകുമാറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. മാനസിക വെല്ലുവിളി നേരിടുന്നവരെ പരിഹസിച്ച് സംസാരിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി നാഷണൽ പ്ലാറ്റ്ഫോം ഫോർ ദി റൈറ്റ്സ് ഓഫ് ദി ഡിസേബിൾഡ് ആണ് പരാതി നൽകിയത്. UDF തെരഞ്ഞെടുപ്പ് വേദിയിലായിരുന്നു സലീംകുമാറിന്റെ വിവാദ പരാമർശം. മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ് പരാമർശമെന്നാണ് പരാതിയിൽ പറയുന്നത്. സലീംകുമാർ പരാമർശം നടത്തുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് NPRD പരാതി നൽകിയത്. കേരളത്തിൽ വികസനമുണ്ടെന്ന് പറയുന്നവരെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അയക്കണമെന്നായിരുന്നു സലീംകുമാർ പറഞ്ഞത്. നെടുമങ്ങാട് പത്താംകല്ലിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷം. കോൺഗ്രസ് ബൂത്ത് ഓഫീസിലേക്ക് കയറി CPM പ്രവർത്തകർ ആക്രമണം നടത്തിയെന്നാണ് പരാതി. കോൺഗ്രസ് പാർട്ടി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആക്രമണത്തിൽ 2 വനിതകൾ ഉൾപ്പെടെ 4 കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആക്രമണം നടത്തിയ CPM പ്രവർത്തകരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പ്രദേശത്ത് കൂടുതൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനതല പ്രചരണത്തിന് തുടക്കം കുറിച്ച് UDFന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടി കാർഡ് വിതരണത്തിന് സംസ്ഥാനത്തുടനീളം തുടക്കമായി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരുടെ നേതൃത്വത്തിലാണ് കാർഡ് വിതരണം ആരംഭിച്ചത്. വീടുകൾ സന്ദർശിച്ച കുടുംബങ്ങളുമായി സംവദിക്കുന്ന നേതാക്കൾ UDF അധികാരത്തിൽ വന്നാലുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്ന ഉറപ്പാണ് നൽകുന്നത്. ആലുവ മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികൾക്ക് KC വേണുഗോപാൽ നേതൃത്വം നൽകി. PRD നിയമന പട്ടിക മരവിപ്പിച്ചു. പട്ടിക തയ്യാറാക്കുന്നതിലുണ്ടായ അനിയമിതത്വങ്ങൾ ചൂണ്ടിക്കാട്ടിയ ഹർജിയെ തുടർന്നാണ് നടപടി. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ചിലരുടെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെ സാധുത ചോദ്യം ചെയ്താണ് ട്രിബ്യൂണലിൽ ഹർജി സമർപ്പിച്ചത്. പ്രത്യേകിച്ച് പ്രിസം പദ്ധതിയിൽ പ്രവർത്തിച്ച ജീവനക്കാർക്ക് നൽകിയ പരിചയ സർട്ടിഫിക്കറ്റുകളുടെ നിയമസാധുതയാണ് പ്രധാനമായി ഉയർന്ന സംശയം. ഇതിനിടെ വിഷയത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങളും ശക്തമായി ഉയർന്നു. KC വേണുഗോപാൽ പിൻവാതിൽ നിയമനമാണ് പട്ടിക സ്റ്റേ ചെയ്യാൻ കാരണമായെന്ന് ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടവരുടെയും ഒരു DYFI നേതാവിന്റെ ഭാര്യയുടെയും പേര് പട്ടികയിൽ ഉൾപ്പെടുത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൽതായ സുറിയാനി സഭ ആസ്ഥാനത്തെത്തി PS ശ്രീധരൻപിള്ള. സഭാ ട്രസ്റ്റിമാരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. FCRI ഭേദഗതി സംബന്ധിച്ച ക്രൈസ്തവ സഭകളിൽ അതൃപ്തി തുടരുന്നതിനിടെയാണ് നിർണായക കൂടിക്കാഴ്ച. പ്രധാനമന്ത്രി ക്രൈസ്തവ വിശ്വാസികൾക്കൊപ്പമെന്നും ചർച്ചയിൽ ശ്രീധരൻപിള്ള അറിയിച്ചു. FCRI ഭേദഗതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ശ്രീധരൻപിള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. തൃശൂർ അതിരൂപതയുടെ അടക്കം FCRI പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാർ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്. നാളെയും അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചു നൽകും. ക്രൈസ്തവ സഭകളെ ലക്ഷ്യമിട്ടുള്ളതല്ല നിയമ ഭേദഗതിയെന്നും മറ്റ് ക്രൈസ്തവ സഭാധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു.